ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 15-18 മുതൽ 20 വരെ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ശിഷ്യന്മാരും യഹൂദ സമ്പ്രദായങ്ങളെ ആക്ഷരികമായി ഒരു പക്ഷെങ്കിൽ തുടരുന്ന അനുശാസിക്കുന്ന ആളുകളാവാം. അതുകൊണ്ട് പത്രോസിന് മനസ്സിലാകാത്തതൊക്കെ കർത്താവ് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് മുൻവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്നും വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്ന് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി പ്രസ്താവിക്കുന്നുവെന്ന് 12-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ഹൃദയത്തിലെ ചിന്തകൾ പ്രവൃത്തി പഥങ്ങളിലേക്ക് വരുമ്പോൾ അത് മനുഷ്യനെ ഏറ്റവും മലിനമാക്കുന്നു എന്നതാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു ഫിലോസഫിയും ആത്മീയതയും ഒക്കെ ഇതിനുള്ളിലുണ്ട്. അതായത് ദുശ്ചിന്ത, പ്രവൃത്തി, വാക്കുകൾ എന്നിവയെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. വായിൽ കൂടെ വരുന്ന മാലിന്യങ്ങളുടെ ഉറവിടം ഹൃദയമാണ്. അത് ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതായത് ഹൃദയത്തിൽ ഉത്ഭവിച്ച് സകല പാപത്തിനും വഴിയൊരുക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലും അതിൻ്റെ സൂചനയുണ്ട്. ഹൃദയത്തിൽ ആദ്യമായി അങ്കുരിക്കാത്ത യാതൊരു പാപവാക്കോ പ്രവൃത്തിയോ മനുഷ്യനിലില്ല. കയ്പുള്ള വേരിൻ്റെ ഉത്ഭവം അവിടെയാണ്. അവരുടെ അന്തരം നാശകൂപമെന്ന് 5-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ വഷളത്വം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും മോശമായ ചിന്തയും സമ്പർക്കവും ഉളവാകുന്നു. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം. ഇതെല്ലാം കൽപ്പനകളുടെ ലംഘനം കൂടിയാണ്. ഒന്നാമത് കാണും ദുശ്ചിന്ത. സകല കൽപ്പനകളും ലംഘിക്കാൻ ഇടയാകുന്നത് ഇത് കാരണമാണ്. അതുകൊണ്ട് സകല ന്യായപ്രമാണവും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനും എതിരാണ് ദുശ്ചിന്തയെന്ന് ദാവീദ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ദുഷ്പ്രകൃതിയുടെ ആദിജാതനാണ്. അതിൻ്റെ ബലവും വൈശിഷ്ട്യവും അങ്ങനെയാണ്. ഇവ രണ്ടും അല്ലെങ്കിൽ ഇവകൾ മക്കളും അവകാശികളും എന്ന പോലെ വീട്ടിൽ വസിച്ച് നമ്മിൽ കുടികൊള്ളുന്ന ചിന്തയാണ്. ഹൃദയത്തിൽ ആരംഭിച്ച് ഹൃദയത്തിൽ തന്നെ നിറവേറപ്പെടുന്ന ഒട്ടനവധി പാപങ്ങളുണ്ട്. ജഡമോഹങ്ങളും ചിന്താഗതികളും ദുശ്ചിന്തകളാണ്. നീതികേട്, ദോഷലക്ഷ്യങ്ങൾ, ചീത്തവികാരങ്ങൾ, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദോഷങ്ങളെല്ലാം ദുശ്ചിന്തയുടെ പരിണിത ഫലമാണ്. മറ്റൊന്ന് കൊലപാതകമാണ്. 6-ാം കൽപ്പനയ്ക്ക് വിരുദ്ധമായ പാപം. സഹോദരൻ്റെ ജീവനെതിരായി ഹൃദയത്തിൽ ഉദിക്കുന്ന ദോഷചിന്തയിൽ നിന്നും ഇത് രൂപം പ്രാപിക്കുന്നു. മൂന്നാമത് പറയുന്നത് വ്യഭിചാരമാണ്. അത് 7-ാം കൽപ്പനയ്ക്കെതിരായ പാപം. അശുദ്ധ ഹൃദയത്തിൽ നിന്നും അത് ഉളവാകുന്നു. ഹൃദയത്തിൽ ഭോഗേച്ഛ ഭരണം നടത്തുന്നതിൻ്റെ ദോഷഫലം ഇതാണ്. മറ്റൊന്ന് മോഷണം. 8-ാം കൽപ്പനയ്ക്കെതിരെയുള്ള പാപമാണ്. വഞ്ചന, ചതിവ് എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നും രൂപം പ്രാപിക്കുന്നു. സമ്പത്തിൽ മനസ്സ് വയ്ക്കുന്നത് കൊണ്ടാണ് മോഷണത്തിലേക്ക് തിരിയുന്നത്. ആഖാനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആഖാൻ ആദ്യം മോഹിച്ചു, പിന്നീട് എടുത്തു എന്ന് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 20
21 വാക്യങ്ങളിലുണ്ട്. അഞ്ചാമത് പറയുന്ന കള്ളസാക്ഷ്യമാണ്. ഇത് 9-ാം കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. അത് ദ്രവ്യാഗ്രഹത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നുമൊക്കെ ഉരുവാകുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സത്യം, സ്നേഹം എന്നിവ ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷം യാതൊരു കള്ളസാക്ഷ്യവും ഉണ്ടാകുന്നതല്ല. ആറാമത് ദൂഷണമാണ്, അതായത് ദൈവത്തിനെതിരെയുള്ള സംസാരം. ഇത് 3-ാം കൽപ്പനയുടെ ലംഘനമാണ്. കൂട്ടുകാരനെതിരെയുള്ള സംഭാഷണം 9-ാം കൽപ്പനയുടെ ലംഘനവുമാണ്. പിന്നീട് പരിശുദ്ധാത്മാവിനെതിരെയുള്ള വാക്കുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ മലിനനാക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. അതല്ലാതെ കൈ കഴുകാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ശബത്ത് നാളിൽ എന്തെങ്കിലും ധാന്യങ്ങൾ പറിച്ച് കഴിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. മനുഷ്യൻ മലിനമാകുന്നത് ഹൃദയാന്തർഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ചില വികാരങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അത് തിരിച്ചറിയാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, സമ്പ്രദായങ്ങൾ അത് പാലിക്കുന്നു എങ്കിലും നമ്മുടെ ഉള്ള് ദോഷമുള്ളതാണെങ്കിൽ അത് നമുക്കെതിരെ ന്യായവിധി നടത്തും. അതുകൊണ്ട് ഉള്ളിൻ്റെ ശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു പുതിയ സാധ്യതകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഉള്ള ശുദ്ധമായി നന്മയും കരുണയും ദയയും സ്നേഹവുമൊക്കെ ഉളവാക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വിശുദ്ധിയിൽ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് കരം പിടിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹൃദയശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.